ഹലോ, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ട്രിപ്പിൾ ക്രോഷ്യ അഥവാ ഒരു ട്രിപ്പിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് മുമ്പെടുത്തിരിക്കുന്ന പോലെ തന്നെ 100% അക്രിലിക്കാണ്. അതിന് സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഹുക്ക് സൈസും. നമുക്ക് എങ്ങനെയാണ് ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നതെന്ന് നോക്കാം. ബാക്കിയുള്ള സ്റ്റിച്ചസ് ചെയ്ത പോലെ തന്നെ ആദ്യം തന്നെ സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചുമാണ് ചെയ്യേണ്ടത്. സ്ലിപ്പ് നോട്ട് ചെയ്യാൻ വേണ്ടി 2 വിരലിലേക്കൂടെ യാൺ ചുറ്റി വർക്കിംഗ് യാൺ ആ ലൂപ്പിനകത്തൂടെ പുറത്തേക്കെടുത്ത് ഹുക്കുമായിട്ട് അറ്റാച്ച് ചെയ്ത് ടൈറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ലിപ്പ് നോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് 11 ചെയിൻ സ്റ്റിച്ചസ് ആണ് ചെയ്തെടുക്കേണ്ടത്. ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹുക്ക് വർക്കിംഗ് യാണിൻ്റെ മേളിൽ കൂടെ ഇടത്തോട്ട് കൊണ്ടുവന്ന് താഴേക്കൂടെ സ്ലിപ്പ് നോട്ടിനകത്തൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ പുൾ ത്രൂ, മേളിൽ കൂടെ ഇടത്തോട്ട് കൊണ്ടുവന്ന് താഴേക്കൂടെ സ്ലിപ്പ് നോട്ടിനകത്തൂടെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ നമുക്ക് 11 ചെയിൻ സ്റ്റിച്ചസ് ആണ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ 11 ചെയിൻ സ്റ്റിച്ചസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുമ്പുള്ള സിംഗിൾ ക്രോഷ്യയിൽ നമ്മൾ 1 ചെയിൻ വിട്ടു, ഡബിൾ ക്രോഷ്യയിലും ഹാഫ് ഡബിൾ ക്രോഷ്യയിലും നമ്മൾ 2 ചെയിൻ വിട്ടു, ട്രിപ്പിൾ ക്രോഷ്യയിൽ നമ്മൾ 3 ചെയിൻ വിട്ട് 4th ചെയിനിലാണ് വർക്ക് ചെയ്യുന്നത്. 2 പ്രാവശ്യം യാൺ ചെയ്യണം. യാൺ ഓവർ ട്വൈസ്. 4th ചെയിനിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് വർക്കിംഗ് യാൺ അതിനകത്തൂടെ പുറത്തേക്ക് വലിച്ചെടുക്കാം. ഇപ്പം നമുക്ക് 4 ലൂപ്പാണ് കിട്ടിയിട്ടുള്ളത്. യാൺ ഓവർ ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ പുറത്തേക്ക് എടുക്കുക ഹുക്ക്. യാൺ ഓവർ അടുത്ത 2 ലൂപ്പിലൂടെ ഹുക്ക് പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ലാസ്റ്റ് 2 ലൂപ്സിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. ഇതാണ് ഒരു ട്രിപ്പിൾ ക്രോഷ്യ. ഡബിൾ ക്രോഷ്യ എന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്റ്റിച്ചസിനൊക്കെ നമ്മൾ ഡബിൾ ക്രോഷ്യയ്ക്കും ഹാഫ് ഡബിൾ ക്രോഷ്യയ്ക്കും ഒക്കെ നമ്മൾ ഒറ്റത്തവണ മാത്രമേ യാൺ ഓവർ ചെയ്തിട്ടുള്ളൂ. ഇത് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യണം. 4 ലൂപ്പ് കിട്ടും നമുക്കപ്പോൾ. യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിലൂടെ ഹുക്ക് പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്ത് അടുത്ത 2 ലൂപ്പിലൂടെ ഹുക്ക് പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ പുൾ ത്രൂ ദ ലാസ്റ്റ് 2 ലൂപ്സ്. ഇങ്ങനെയാണൊരു ട്രിപ്പിൾ ക്രോഷ്യ അഥവാ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള സ്റ്റിച്ചസ് ചെയ്തിട്ട് ലാസ്റ്റിലത്തെ ഒരു സ്റ്റിച്ച് മാത്രം ഒരുമിച്ച് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ചിൽ കൂടെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഒരുമിച്ച് നോക്കാം. യാൺ ഓവർ ട്വൈസ്, ഇൻസേർട്ട് ദ ഹുക്ക്, വർക്കിംഗ് യാൺ പുൾ ത്രൂ ചെയ്യാം. വർക്കിംഗ് യാൺ വലിച്ചതിനകത്തൂടെ പുറത്തേക്ക് എടുക്കുക. നമ്മുടെ ഹുക്കിൽ 4 ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ കുറച്ച് കട്ടായിപ്പോയി മേൽഭാഗം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ചെയ്തിട്ട് കാണിക്കാം. ലാസ്റ്റ് ചെയിൻ മാത്രം ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. 2 പ്രാവശ്യം യാൺ ഓവർ ട്വൈസ്, എന്നിട്ട് നമുക്ക് ആ ചെയിനകത്തൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. വർക്കിംഗ് യാൺ പുറത്തേക്ക് വലിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഹുക്കിൽ 4 ലൂപ്സാണ് കിട്ടിയിട്ടുള്ളത്. യാൺ ഓവർ പുൾ ത്രൂ ദ ഫസ്റ്റ് 2 ലൂപ്സ്. ഇപ്പം 3 ലൂപ്സ് ബാക്കിയുണ്ട്. യാൺ ഓവർ പുൾ ത്രൂ ദ നെക്സ്റ്റ് 2 ലൂപ്സ്. 1 2. ഇപ്പോൾ 2 ലൂപ്പാണ് നമ്മുടെ ഹുക്കിൽ ബാക്കിയുള്ളത്. യാൺ ഓവർ പുൾ ത്രൂ ദ ലാസ്റ്റ് 2 ലൂപ്സ്. ഇനി നമുക്ക് ആ യാണൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണൊരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ എല്ലാ സ്റ്റിച്ചും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ പ്രൊജക്ട്സായിട്ട് നേരത്തെ പഠിച്ചിട്ടുള്ള സ്റ്റിച്ചസ് വെച്ച് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ബൈ.